ഇന്ന് നമ്മൾ അല്പം ഭയപ്പെടുത്തുന്നതും എന്നാൽ ഏറെ കൗതുകം നിറഞ്ഞതുമായ ഒരു ചലഞ്ചിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കുറച്ചു കാലം മുൻപ് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു പേര്? അതെ, മറ്റൊന്നുമല്ല, നമ്മുടെ ചാർലി ചലഞ്ച്. എന്താണ് ഈ ചാർലി ചലഞ്ച്? വളരെ ലളിതമായ ഒരു രീതിയിലൂടെ ഒരു മെക്സിക്കൻ ഭൂതത്തെ വിളിക്കുന്ന ഒരു കളിയാണിത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. 2 പെൻസിലുകൾ ഒരു പേപ്പറിൽ വരച്ച ക്രോസ് ആകൃതിയിൽ മുകളിലും താഴെയുമായി വെക്കുന്നു. ആ പേപ്പറിൽ യെസ് നോ എന്ന് എഴുതിയിരിക്കും. ശേഷം ചാർലി നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെൻസിലുകൾ നീങ്ങുകയും ഉത്തരം നൽകുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ചലഞ്ച് എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. ചില ആളുകൾ വിശ്വസിക്കുന്നത് ഇതൊരു പഴയ മെക്സിക്കൻ കുട്ടികളുടെ കളിയാണെന്നാണ്. മറ്റ് ചിലരാകട്ടെ ഇത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കെട്ടുകഥയാണെന്നും വിശ്വസിക്കുന്നു. എന്തായാലും ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. 2015 ഈ ചലഞ്ച് ശരിക്കും ലോകശ്രദ്ധ നേടിയത്. ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഹാഷ്ടാഗോടെ വീഡിയോകൾ പങ്കുവച്ചത്. പലരും ഈ ചലഞ്ച് ചെയ്തുവെന്നും അവർക്ക് അതിലൂടെ അനുഭവങ്ങൾ ഉണ്ടായി എന്നും വിശ്വസിച്ചു. എന്നാൽ ചിലർ ഇതിനെ വെറും ഒരു തമാശയായി തള്ളിക്കളഞ്ഞു. ശാസ്ത്രീയപരമായി ചിന്തിക്കുമ്പോൾ ഈ പെൻസിലുകൾ നീങ്ങുന്നത് ഗുരുത്വാകർഷണം, കാറ്റ് അല്ലെങ്കിൽ കളിക്കുന്നവരുടെ അറിയാതെയുള്ള സ്പർശം എന്നിവ മൂലമാകാം. ഇതിനെ ഒരു അമാനുഷിക പ്രതിഭാസമായി കാണാൻ സാധിക്കില്ല. നമ്മുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് പെൻസിലുകൾ നീങ്ങുന്നു എന്ന് തോന്നുമ്പോൾ പോലും ഒരുപക്ഷെ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ സ്വാധീനിക്കുന്നുണ്ടാകാം. ഇതിനെ ഇഡിയോമോട്ടർ പ്രതിഭാസം എന്ന് വിളിക്കുന്നു. ചാർലി ചലഞ്ച് ഒരു കൗതുകകരമായ അനുഭവമായി തോന്നാമെങ്കിലും ചില ആളുകൾക്ക് ഇത് ഭയമുണ്ടാക്കുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. നിങ്ങളിത് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ പോലും ഇത് വെറും ഒരു കളിയായി മാത്രം കാണുക, അല്ലാതെ ഇതിന് അമാനുഷികമായ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ ചലഞ്ചിനെ കുറിച്ച് എന്തു തോന്നുന്നു? നിങ്ങളിത് ചെയ്യാൻ ധൈര്യപ്പെടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൗതുകകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.